രണ്ടാം പിണറായി സർക്കാരിന് CPM പാർട്ടി എന്ന നിലയിലും മുന്നണി എന്ന നിലയിലും 10-ൽ എത്ര മാർക്ക് നൽകും? 10-ൽ 10 മാർക്ക് നൽകും. ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ സർക്കാർ കേരളത്തിൽ 8 കൊല്ലമായി തുടർഭരണം നടത്തുന്നു. ആദ്യത്തെ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രളയം, 2 മഹാപ്രളയങ്ങളും നിപ്പയും കോവിഡുമാണ് ആ സർക്കാരിനെ വേട്ടയാടിയതെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിനെ വേട്ടയാടിയത് കേന്ദ്ര സർക്കാരും കേരളത്തിൽ നിന്ന് പോയ UDF എംപിമാരും അതിൻ്റെ എല്ലാം തലപ്പത്ത് കേരളത്തിലെ ഗവർണറുമാണ്. നിങ്ങളൊരു വീട്ടിലെ കാരണവർ ആ വീട്ടിലെ കല്യാണം മുടക്കാൻ നടക്കുന്നത് പോലെ ആ കാരണവർ തന്നെ തെറ്റായ നിലയ്ക്ക് പെരുമാറിയാൽ എങ്ങനെയാണ് ആ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഗവർണർ മര്യാദക്കാരനായി. എല്ലാ ബില്ലുകളിലും അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹം 1 കൊല്ലം 1.5 കൊല്ലം ഇത് പിടിച്ചു വെച്ചത്? അദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ച സർവകലാശാലകളെല്ലാം ഏഷ്യയിൽ തന്നെ ഏറ്റവും മികവാർന്ന നിലയ്ക്ക് മഹാത്മാഗാന്ധി സർവകലാശാല വന്നു. കാലിക്കറ്റ് സർവകലാശാല, കേരള സർവകലാശാല, കണ്ണൂർ സർവകലാശാല മികവിൻ്റെ കേന്ദ്രങ്ങളായി ഇന്ത്യ രാജ്യത്തെ NAAC അക്രഡിറ്റേഷൻ ഉയർന്നു വന്നു. നമ്മൾ ഏത് രംഗത്താണ് ഇന്ത്യ സർക്കാരിൻ്റെ മുന്നിൽ? അവർ റാങ്കിങ് നടത്തിയപ്പോൾ ഈ 8 കൊല്ലത്തിനിടയ്ക്ക് കേരളം പിന്തള്ളപ്പെട്ടത്? ഏതെങ്കിലും ഒരു മേഖലയിൽ കേരളം പുറകെ പോയി എന്ന് കാണുന്നില്ല. ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ 2 വിധികൾ നോക്കൂ. ഒന്നാമത്തെ വിധി എന്ന് പറയുന്നത് 8 കൊല്ലം മുമ്പുണ്ടായ ഒരു കേസിനകത്ത് ഒരു ചെരുപ്പിൻ്റെ കഷ്ണം കെട്ടി തൂക്കിയിട്ട് മറ്റേ ചെരുപ്പുമായിട്ട് പ്രതി വന്ന് കീഴടങ്ങണമെന്ന് നോട്ടീസ് അച്ചടിച്ച് കാത്തിരുന്ന ഒരു ആഭ്യന്തരകാര്യമന്ത്രിയും DGP ഉണ്ടായിരുന്നു. ഇന്നത്തെ കോടതി വിധിയുടെ അന്തസത്ത എന്താണ്? ഏറ്റവും ശാസ്ത്രീയമായി തെളിയിക്കാനും പ്രതിയെ അതിൻ്റെ പരമാവധി ശിക്ഷയിലേക്ക് എത്തിക്കാനും കഴിഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് 8 കൊല്ലമായി തുടരുന്ന കേരളത്തിലെ നീതിന്യായ സംവിധാനത്തിന്, കേരള സർക്കാരിന് അതിൻ്റെ വാർഷികത്തിന് കേരളത്തിലെ ഹൈക്കോടതി കൊടുക്കുന്ന ഉചിതമായൊരു മുദ്രയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇന്ത്യ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് 79,000 കോടി രൂപയുടെ വികസനമാണ് കിബി ഫോക്കസ് ചെയ്തത്. 22,000 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയായി കഴിഞ്ഞു. ദേശീയപാത വികസനം നടന്നത് കിബി ഉള്ളത് കൊണ്ടാണ്. കിബിയിൽ നിന്നും 5,650 കോടി രൂപ ചെലവാക്കിയത് കൊണ്ടാണ്. ആ കിബി അടക്കമുള്ള സംവിധാനങ്ങളെ തകർക്കാൻ കേന്ദ്ര സർക്കാർ നോക്കുകയും കേരളത്തിലെ UDF അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്തപ്പോൾ തോമസ് ഐസക്കിനെ വേട്ടയാടാൻ 2 കൊല്ലമായി നടക്കുന്നു. ഇന്നിപ്പോൾ എന്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്? അതിൽ ഞങ്ങളിപ്പോൾ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷത്തെ, കേരളത്തിലെ ഗവർണറെ, കേന്ദ്ര സർക്കാരിനെ എല്ലാം മറികടന്നാണ് ഈ വിജയം. ഇപ്പം തന്നെ ഈ മെയ് 31 ബഡ്ജറ്റ് പാസ്സായി, പഞ്ചായത്തുകളുടെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും കേന്ദ്ര സർക്കാർ അനിശ്ചിതത്വം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ മെയ് 30 നമുക്ക് എടുക്കാൻ കഴിയുന്ന കടം എത്രയാണെന്ന് കണക്ക് പറഞ്ഞിട്ടില്ല, അനുവാദം തന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 1,46,000 കോടി വായ്പ എടുത്തു. ഈ മാസം കേന്ദ്ര സർക്കാർ അത്രത്തോളം തുക വായ്പ എടുക്കുകയാണ്. അത്രത്തോളം വായ്പ എടുക്കുന്ന ഏതാണ്ട് 1,40,000 കോടി രൂപയുടെ വായ്പ ഒരു മാസം എടുക്കുന്ന കേന്ദ്രം 3,000 കോടി രൂപയുടെ വായ്പ എടുക്കാൻ കേരളത്തെ അനുവദിക്കുന്നില്ല. നമ്മുടെ പാവപ്പെട്ട 62 ലക്ഷം കുടുംബങ്ങൾക്ക് പെൻഷൻ മാസാമാസം എത്തിക്കാൻ കേരളത്തിലെ പിണറായി സർക്കാരിനെ അശക്തനാക്കുന്നു. നമ്മുടെ സപ്ലൈകോയിലൂടെ കൃത്യമായിട്ട് സാധനങ്ങൾ എത്തിച്ച് വില നിലവാരം കുറച്ചു നിർത്താനുള്ള ഇടപെടലിന് സർക്കാരിനെ അശക്തരാക്കുന്നു. ഈ വൈതരണികൾക്കിടയിലും ഈ സർക്കാർ മുന്നോട്ട് പോയി. അതുകൊണ്ട് ഒരു വാക്കേ പറയാനുള്ളൂ. പ്രകടന പത്രികയിൽ സംവാദത്തിന് തയ്യാർ. 8 കൊല്ലത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തിൽ 8 കൊല്ലത്തെ പ്രവർത്തനം മുന്നോട്ട് വെച്ചിട്ട് പ്രകടന പത്രികയിൽ സംവാദത്തിന് തയ്യാർ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യത്തിന് തയ്യാർ. ആ എല്ലാ മേഖലകളിലും ഏറ്റവും പ്രധാനമായി പറയുന്നത് LDFനെതിരെ കെട്ടിപ്പൊക്കിയ എല്ലാ അഴിമതി ആരോപണങ്ങളും പൊളിഞ്ഞു. മാത്യു കുഴൽനാടൻ ഓടിപ്പോയില്ലേ? മാസപ്പടി ആരോപണം പൊളിഞ്ഞു പോയില്ലേ? AI ക്യാമറ അഴിമതി ആരോപണം എവിടെ ചെന്നിരിക്കുന്നു? കുഴൽനാടൻ കിട്ടിയതിനേക്കാൾ കനത്ത അടിയാണ് പ്രതിപക്ഷ നേതാവിനെ കാത്തിരിക്കുന്നത്. അതിനേക്കാൾ കനത്ത അടിയാണ് K-ഫോൺ അഴിമതി ആരോപണത്തിന്റെ പേരിൽ ഹൈക്കോടതി വരാനിരിക്കുന്നത്. നിർഭയമായിട്ടാണ് LDF നിൽക്കുന്നത്. 8 കൊല്ലമായി കേരളത്തിലെ LDF മന്ത്രിസഭ അഴിമതി രഹിത മന്ത്രിസഭയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ മാസപ്പടി വരെ കെട്ടിപ്പൊക്കിയതെല്ലാം പൊളിഞ്ഞ് കേരളത്തിന് മുന്നിൽ ഇതുപോലൊരു സർക്കാർ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അഭിമാനിക്കാൻ കഴിയുന്ന വികസന നിറവുകളാണ് ഈ സർക്കാരിനെ, കേന്ദ്ര സർക്കാരിന്റെ ദേശീയ മാനദണ്ഡങ്ങൾ നമ്മൾ മുൻനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രംഗത്തും കേരളം മികച്ചതാണ്. കർണാടകത്തിലൂടെ കടന്നു പോകുന്ന ഈ ഹൈവേക്ക് അവിടെ ഭൂമി ഏറ്റെടുക്കാൻ ചെലവാകുന്ന പൈസയുടെ 30% കർണാടകം കൊടുത്തത്. ഇതേ ഹൈവേ 2018-19 അവിടെ പണി നടന്നത്. ഈ ബഹുമാനപ്പെട്ട ശ്രീ പത്മനാഭൻ പറഞ്ഞൊരു കാര്യം ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. കർണാടകം 30% പണം കൊടുത്തു എന്ന വാദം ഞാൻ നിരാകരിക്കുന്നു. അതിൻ്റെ തെളിവ് ഈ ചർച്ചയിൽ ഹാജരാക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്തും ദേശീയപാത വികസനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് പണം കൊടുക്കണമെന്ന വ്യവസ്ഥയില്ല. എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു റിംഗ് റോഡ് പണിയണമെങ്കിൽ, ഒരു ബൈപ്പാസ് പണിയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓവർബ്രിഡ്ജ് പ്രത്യേകമായി പണിയണമെങ്കിൽ അതിന് കേന്ദ്രവും സംസ്ഥാനവും സഹകരിക്കാറുണ്ട്. ഇവിടെ കർണാടക സംസ്ഥാനത്ത് ദേശീയപാത വികസനത്തിന് കർണാടക സർക്കാരിനോട് കേന്ദ്രം പണം ആവശ്യപ്പെടുകയോ കർണാടകത്തിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. കേരളത്തോട് കേന്ദ്രം ആവശ്യപ്പെട്ടത് 50%. 50% പണമില്ലെങ്കിൽ ദേശീയപാത ഇല്ല എന്ന് കേരളത്തോട് കേന്ദ്രം വ്യക്തമാക്കി. അവസാനം ബഹുമാനപ്പെട്ട പിണറായി വിജയൻ
ഡൽഹിയിൽ ചെന്ന് നിതിൻ ഗഡ്കരിയെ കണ്ട് 25% പണം കിബിയിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്ത പദ്ധതിയാണ്. അതല്ലാതെ ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്തോടും ഈ നിലയ്ക്ക് കേന്ദ്രം പണം ഈടാക്കിയിട്ടില്ല. ഇതാണ് കൃത്യമായ മറുപടി. രണ്ട്, കർണാടക 30% കൊടുത്തു എന്ന് പറയുന്ന പച്ചക്കള്ളം. ആ പച്ചക്കള്ളം വീണ്ടും വീണ്ടും കള്ളമാണെന്ന് തന്നെ ഞാൻ ആവർത്തിക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സേനകുമാർ ഒറ്റ കാര്യം താങ്കളെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നത്, ഇതേക്കുറിച്ച് ഈ വിഷയമല്ല എന്നുള്ളത് കൊണ്ട് ഇതേക്കുറിച്ച് ഞാൻ പ്രിപ്പയർഡ് അല്ല. എനിക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണുന്ന വിവരങ്ങളേ ഉള്ളൂ. താങ്കൾ പറഞ്ഞ പോലെ തന്നെ കർണാടകയിലെ ദേശീയപാതാ വികസനത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടമായ റിംഗ് റോഡിന്റെ വികസനത്തിന് 30% ഭൂമി ഏറ്റെടുക്കലിന്റെ 30% തുകയും വഹിക്കുന്നത് കർണാടക സർക്കാരാണെന്നും ഇവിടെ കേരളത്തിലെ സർക്കാരിനെ പ്രശംസിച്ചതുപോലെ തന്നെ നിതിൻ ഗഡ്കരി കർണാടക സർക്കാരിനെയും ഇതുപോലെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ 30% വഹിക്കുന്നതിനെ കുറിച്ച് കേരള സർക്കാരിനെ പ്രശംസിച്ചതുപോലെ തന്നെ നിതിൻ ഗഡ്കരി കർണാടക സർക്കാരിനെയും പ്രശംസിച്ചിട്ടുണ്ട്. തെറ്റാണ് പറയുന്നത്. ദയവായി ഒന്ന് കേൾക്കൂ. കേരളത്തിന്റെ ദേശീയപാത എന്ന് പറയുന്നത് കേരളത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെയാണ്. അത് 60 മീറ്റർ വേണോ 45 മീറ്റർ വേണോ തർക്കം നടന്നു. ആ തർക്കത്തിന്റെ ഭാഗമായി തർക്കം തീർന്നപ്പോൾ എന്താ ഉണ്ടായത്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ദേശീയപാത അതോറിറ്റി ആഫീസും പൂട്ടിപ്പോയി. അത് കഴിഞ്ഞ് LDF ആണ് അത് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞു കേരളം നടപ്പാക്കണം. ആ ഒരു ഘട്ടത്തിൽ 50% കേരളത്തോട് കേന്ദ്രം ചോദിച്ചോ? എൻ്റെ ആദ്യത്തെ ചോദ്യം. 50% ചോദിച്ചു. അവസാനം കേരള സർക്കാർ 25% ഈൽഡ് ചെയ്തു. നിതിൻ ഗഡ്കരി അഭിനന്ദിച്ചു. പ്രശ്നം എന്താണ്? കർണാടകത്തിൽ നടപ്പാക്കുന്ന റിംഗ് റോഡാണ്. കേരളത്തിൽ റിംഗ് റോഡല്ല, കേരളത്തിലെ ഒറ്റ ദേശീയപാതയാണ്. കർണാടകത്തിൽ മൊത്തം ദേശീയപാത പണിതുകൊണ്ടിരിക്കുന്നു, തമിഴ്നാട്ടിൽ മൊത്തം ദേശീയപാത പണിതുകൊണ്ടിരിക്കുന്നു. അവിടെ സംസ്ഥാനത്തിന് താല്പര്യമുള്ള റിംഗ് റോഡിനോ അല്ലെങ്കിൽ ഒരു ബൈപ്പാസിനോ കൊടുക്കുന്ന പോലെയല്ല കേരളത്തിന്റെ ദേശീയപാത. അത് പിടിച്ചു വാങ്ങിച്ചതാണ്, കൊള്ളയടിച്ചതാണ്. ആ കൊള്ളയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നാളെ അത് പറയും. അത് കേരള സർക്കാരിന്റെ കാലത്ത്, ഇപ്പോൾ പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായത് കിബി ഉണ്ടായിരുന്നുകൊണ്ടാണ്. ആ കിബി നടപ്പാക്കിയതിന് തോമസ് ഐസക്കിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ BJP-ക്കാർ. കേരളത്തിലെ ദേശീയപാത വികസനത്തിന്റെ പ്രത്യേകത എന്താണ്? എത്രയോ കാലമായി ഇത് മുടങ്ങിക്കിടന്നു. ഒറ്റ സ്റ്റെപ്പിലാണ് കേരളത്തിന്റെ ദേശീയപാത വികസനം. കർണാടകത്തിലെ ദേശീയപാത വികസനം അങ്ങനെയാണോ? തമിഴ്നാട്ടിലെ ദേശീയപാത വികസനം അങ്ങനെയാണോ? ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും സംസ്ഥാനത്ത് കേരളത്തിലെ പോലെ അങ്ങ് തലപ്പാടി മുതൽ ഇങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ നേരെ ഇങ്ങേയറ്റത്ത് കന്യാകുമാരി വരെ എത്തുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ അതിർത്തി വരെ എത്തുന്ന ഒരു ദേശീയപാത വികസനം ഇന്ത്യ സംസ്ഥാനത്ത് ഒറ്റയടിക്ക് നടന്ന വേറെ സ്റ്റേറ്റ് ഉണ്ടോ? അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രത്യേകമായ റിംഗ് റോഡോ അതുപോലെ തന്നെ ബൈപ്പാസോ സംസ്ഥാന ഗവൺമെന്റിന് താല്പര്യമുണ്ടെങ്കിൽ ദേശീയപാതയോട് പറയും. അങ്ങനെ പറഞ്ഞാൽ അത് ഷെയർ ചെയ്യും. ഇതങ്ങനെയല്ല. ഇത് കേരളത്തിന്റെ ദേശീയപാത മുടങ്ങിക്കിടന്നത് നിങ്ങൾക്ക് അനുവദിച്ച് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 50% പണം വേണമെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒറ്റ നിയമമാണെന്നല്ലേ ബഹുമാനപ്പെട്ട BJP പ്രതിനിധി പറഞ്ഞത്? അപ്പം അങ്ങനെയാണ് പിന്നെ എങ്ങനെ കേരളത്തോട് 50 ചോദിച്ചത്? നമ്മൾ 25 സെറ്റിൽ ചെയ്തത്. ദേശീയപാത ടോൾ പിരിക്കുമ്പോൾ കേരള സർക്കാരിന് ഷെയർ ഇല്ല. കർണാടകത്തിൽ 30% അവർക്കാണ്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാർ ടോൾ പിരിക്കുമ്പോൾ ഷെയർ വാങ്ങിക്കുന്നുണ്ട് കേന്ദ്രവുമായി. ഞാനതെല്ലാം മനോരമയുടെ PCR ഇട്ട് തന്നിട്ടുണ്ട്, മുഴുവൻ ഡോക്യുമെന്റും ആ തെളിവ് സഹിതം ഇട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ദേശീയപാതയ്ക്ക് ടോൾ പിരിക്കുന്ന മുഴുവൻ കേന്ദ്രം. കേരളത്തിന് ഒരു പൈസ വരുമാനം തിരിച്ചില്ല. കിബിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുമാനം ഇല്ല. അതാണ് പ്രധാനപ്പെട്ട തർക്കം. കേരളം പണം കൊടുക്കണം, പക്ഷെ ദേശീയപാതയുടെ വരുമാനം തിരിച്ചു കേരളത്തിനില്ല. ദേശീയപാത ടോൾ പിരിക്കുന്ന പൈസ കേന്ദ്രത്തിൽ മാത്രമാണ്. എന്താണ് താങ്കളുടെ സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ 3 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്താണ്? അതെ. അപ്പൊ ഈ കാര്യത്തിൽ ഷാനിക്ക് ബോധ്യപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്കൾ പറഞ്ഞത് തിരുത്തിയെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. എത്ര കള്ളം പറഞ്ഞാലും സത്യത്തിന്റെ താങ്കൾ ആദ്യം പറഞ്ഞത് മറ്റൊരു സംസ്ഥാനവും ദേശീയപാത സ്ഥലമെടുപ്പിന്റെ പണം വഹിക്കുന്നില്ല എന്നായിരുന്നു. ഇപ്പോൾ താങ്കൾ തിരുത്തിയെന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ എന്തായാലും അതിൽ തർക്കിക്കേണ്ട. പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണനേട്ടം എന്താണ്? 3 വർഷത്തെ ഭരണനേട്ടം എന്താണ്? അവിടെ ഷാനിക്ക് തെറ്റി. ഞാൻ തിരുത്തിയിട്ടില്ല. ഞാൻ ആദ്യ സ്റ്റെച്ച് മറുപടി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ബൈപ്പാസുകൾ, റിംഗ് റോഡുകൾ, അതുപോലെ ഓവർ ബ്രിഡ്ജുകൾ, ഇതിന് സംസ്ഥാന സർക്കാരുകൾ പണം കൊടുത്ത് സഹായിക്കുന്നുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അതിന്റെ അഡീഷണൽ കാര്യമാണ് പറഞ്ഞത്. 30% കർണാടകയ്ക്ക് ഞാൻ ഹാജരാക്കിയ തെളിവെന്താണ്? ദേശീയപാത അതോറിറ്റി അവിടുത്തെ പിരിവിന്റെ 30% ആ റിംഗ് റോഡിൽ നിന്ന് ഈടാക്കുന്നത് കർണാടക ഗവൺമെന്റ് തിരിച്ചു കൊടുക്കും. കേരളത്തിന് ഒരു വെള്ളി രൂപ തിരിച്ചു കിട്ടുന്നില്ല. ഇത് തന്നെയാണ് എന്റെ കേസ്. അതുകൊണ്ട് കേരള സർക്കാർ കിബിന്ന് കൊടുത്ത പണം അങ്ങോട്ട് കൊടുത്തതാണ്, തിരിച്ചിങ്ങോട്ടില്ല. ഞാൻ ഒരു വാക്ക് മാറ്റി പറഞ്ഞിട്ടില്ല. മാറ്റി പറയുമ്പോൾ അങ്ങപ്പുറത്തുള്ളവരാ. ഉമ്മൻചാണ്ടി സർക്കാർ വന്നതിന് ശേഷം ആവിഷ്കരിച്ച് പദ്ധതി പ്ലാൻ ഉണ്ടാക്കി നടപ്പാക്കി 3 വർഷത്തെ സമയം കൊണ്ട് ആലുവ മുതൽ മഹാരാജാസ് കോളേജ് വരെയുള്ള 13 കിലോമീറ്റർ പൂർത്തീകരിച്ചിട്ടാണ് പോയത്. പേട്ട വരെയുള്ള രണ്ടാം ആ സ്ട്രെച്ചിനുള്ള പണം അനുവദിച്ചു. തൃപ്പൂണിത്തുറ ഉണ്ടായിരുന്നു. ഇനി രണ്ടാമത്തത് കേരളത്തിന്റെ നേട്ടം. തൃപ്പൂണിത്തുറ വരെ ദേശീയപാത മെട്രോ ഉണ്ടാക്കിയിട്ടാണ് ഉമ്മൻചാണ്ടി പോയതെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി മെട്രോയിൽ ഇരുന്നിട്ട് പോയേ ഉള്ളൂ, ഓടിച്ചിട്ടില്ല.
ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് നമ്മുടെ കണ്ണൂർ വിമാനത്താവളത്തിൽ എവിടുന്ന വിമാനം കൊണ്ട് ഇറക്കിയത്? എവിടുന്ന് വിമാനം കൊണ്ട് ഇറക്കിയ? ഹെലികോപ്റ്റർ കൊണ്ട് ഇറക്കി ഉദ്ഘാടനം ചെയ്തിട്ട് പോയവരാ. അതുപോലെ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം എങ്ങനെയായിരുന്നു? പിന്നെ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത് എങ്ങനെയാ? ഉമ്മൻചാണ്ടി കാലത്ത് ഉദ്ഘാടനം ചെയ്തിട്ട് പോയോ? എവിടെ വരെ? തൃപ്പൂണിത്തറ വരെ പണിതത് ഉമ്മൻചാണ്ടിയാണെന്നൊക്കെ ഈ ചർച്ചയെ വന്നിരുന്ന് പറയാൻ തൊലിക്കെട്ടിന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല, വേറെ എന്തെങ്കിലും കൂടെ വേണം. ഇല്ല, പറയാൻ പറ്റത്തില്ല. പണം അനുവദിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? പണം അങ്ങോട്ട് കൊടുക്കണം. പണം കൊടുത്ത് ഉമ്മൻചാണ്ടി കാലത്ത് കൊടുത്തു കഴിഞ്ഞോ? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഉമ്മൻചാണ്ടി കാലത്ത് പണം കൊടുത്തിട്ട് പോയോ? ശ്രീനാരായണ ഗുരുദേവന്റെ ഓപ്പൺ സർവകലാശാല കേട്ടില്ലേ? അല്ലല്ല, ഇതെല്ലാം നേട്ടങ്ങളാണ്. കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കി. കേരളത്തിലെ IT മേഖലയിലെ വികസനം, ലൈഫ് മിഷന്റെ വീടുകൾ കൂടുതൽ പണിതുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ മികവാർ നേട്ടങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ 38% ആളുകളാണ് പൊതു ആശുപത്രികളെ ആശ്രയിച്ചിരുന്നത്. ഇപ്പൊ കേരളത്തിൽ 52% ആളുകൾ ആശ്രയിക്കുന്നത് പൊതു ആശുപത്രികളെയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല വന്ന മാറ്റങ്ങൾ നമ്മൾ ഇല്ലാത്ത മാറ്റങ്ങളാണ്. ഈ സർക്കാരിന്റെ കാലത്ത് വന്ന മാറ്റങ്ങൾ, ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ വന്ന മാറ്റങ്ങൾ, പുതിയ കാലത്ത് വന്ന മാറ്റങ്ങൾ. ഗ്രഫീൻ എന്ന് പറയുന്ന ഒരു പുതിയ പദാർത്ഥം, ലോകത്തെ ഏറ്റവും പുതുതായി കണ്ടുപിടിക്കുന്ന പദാർത്ഥം, കേരളത്തിൽ ഗവേഷണം നടത്താൻ ഇന്ത്യ രാജ്യത്തെ ഏക സർവകലാശാല ഡിജിറ്റൽ സർവകലാശാലയാണ്. ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ്. ഇതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളിൽ മികവാർ നിലയ്ക്ക് ഈ കാലഘട്ടത്തിൽ ഈ 3 കൊല്ലക്കാലത്ത് ഉയർന്നു വന്നത് ഒന്നാം സർക്കാരിന്റെ തുടർച്ചയാണ്. അതിന്റെ ഭാഗമായിട്ടോ നമ്മുടെ പരീക്ഷകൾ ക്രമപ്പെടുത്തിയത്, കൃത്യമായിട്ട് ഫലങ്ങൾ വരുന്നത്, സർവകലാശാലകളടക്കം അക്കാഡമിക് കലണ്ടർ കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുന്നത്, ഓരോ മേഖലയിലും മികവാർ നിലയ്ക്ക് സർക്കാർ വരുത്തുന്ന നേട്ടങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് ഇപ്പം മാലിന്യ വിമുക്ത കേരളത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരു 80-82% വരെ എത്തിയതിനെ കുറിച്ച് നമുക്ക് കേരളത്തിന് അഭിമാനിക്കാൻ കഴിയും. ഇതെല്ലാം നാഷണൽ റാങ്കിങ്ങിൽ നമ്മൾ മുന്നിൽ വന്നിരിക്കുകയാണ്. ഇതൊക്കെ വലിയ നേട്ടങ്ങളായി താങ്കൾ പറഞ്ഞു. ഏറ്റവും വലിയ പദ്ധതി എന്താണ്, ഏറ്റവും വലിയ ഭരണ നേട്ടം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു പട്ടിക തന്നെയാണ് താങ്കൾ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ഷേമ പെൻഷനാണ്. ആ പെൻഷൻ എപ്പോൾ കൊടുക്കും? ഏറ്റവും വേഗം കൊടുക്കണമെന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. ആ പെൻഷൻ കൊടുക്കണ ഒരു 5000 കോടി രൂപ മതി. അധികം പൈസ ആവശ്യമില്ല, 5000 കോടി മതി. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വളരെ ചെറിയ തുക ഉണ്ടായിരുന്നുള്ളൂ. 600 രൂപ വെച്ച് 28 ലക്ഷം പേർക്ക് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ 62 ലക്ഷം പേർക്ക് 1600 വെച്ച് കൊടുക്കണം. അത് 2500 വെച്ച് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ എന്താ ചെയ്യുന്നത്? കഴിഞ്ഞ ഒരു കൊല്ലം കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരുന്ന തുകയിൽ കുറവ് വരുത്തത് 11,800 കോടി രൂപയാണ്. പറയാം, 11,800 കോടി രൂപയാണ് കേന്ദ്രം കുറച്ചിരിക്കുന്നത്. പക്ഷെ കേരളം എങ്ങനെ പിടിച്ചിരുന്നത്? കേരളത്തിന് നികുതി വരുമാനം കൂടി. ഈ പിണറായി സർക്കാർ ഭരണം നടത്തിയിട്ടുള്ള ഈ 3 കൊല്ലക്കാലത്തെ കണക്ക് നോക്കിയാൽ ഓരോ കൊല്ലവും കേരളത്തിന് നികുതി വരുമാനം കൂടി. പക്ഷെ കേന്ദ്രം നമുക്ക് തരേണ്ട പണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേസ് എന്താണ്? ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു കേന്ദ്രത്തിന് മുന്നിൽ കരയല്ല. നമുക്ക് 10ാം ധനകാര്യ കമ്മീഷൻ 3.92% നികുതി വിഹിതം തന്നിരുന്നു. ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന നികുതിയുടെ 3.92% ഇവിടെ കിട്ടിയിരുന്നു. നമ്മളത് സുപ്രീം കോടതിയിലെ കേസിന്റെ സമയത്ത് ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്തതുമാണ്.